ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പിന്റേതല്ല, മറിച്ച് അതിക്രൂരമായ ചതിയുടെയും ലഹരിമരുന്നിന്റെയും മനുഷ്യക്കടത്തിന്റെയും വൻ ശൃംഖലയുടേതാണ്. മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിരപരാധികളായ പെൺകുട്ടികളെ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റ് എങ്ങനെയാണ് കെണിയിൽ വീഴ്ത്തുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും ഗ്ലാമർ ലോകത്തിന്റെ മാസ്മരികതയിലൂടെയും തുടങ്ങിയ ചതിക്കുഴികൾ ചെന്ന് അവസാനിക്കുന്നത് ദുബായിലെ രഹസ്യ ഫ്ളാറ്റുകളിലെ ക്രൂരമായ പീഡനങ്ങളിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സജീവമായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ഓരോ ചുരുളുകളും അന്വേഷണ സംഘം അഴിച്ചെടുക്കുമ്പോൾ സിനിമ, സീരിയൽ മേഖലകളിലേക്കും കൊച്ചിയിലെ ഗുണ്ട അധോലോകങ്ങളിലേക്കും വരെ ഇതിന്റെ വേരുകൾ നീളുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ ഞെട്ടലോടെയാണ് മലയാളി സമൂഹം ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് രംഗത്ത് അവസരങ്ങൾ തിരയുന്ന പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സംഘം വലവിരിക്കുന്നത്. ദുബായിൽ അന്താരാഷ്ട്ര ഫാഷൻ ഷോകൾ നടക്കുന്നുണ്ടെന്ന വ്യാജ പരസ്യങ്ങൾ നൽകിയും വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്തുമാണ് ഇവർ പെൺകുട്ടികളെ ആകർഷിക്കുന്നത്. വലിയ പ്രശസ്തിയും പണവും കണ്ട് നിരവധി പെൺകുട്ടികളാണ് ഈ ചതിക്കുഴികളിൽ വീണുപോകുന്നത്. ഈ വലിയ അന്താരാഷ്ട്ര ശൃംഖലയെ പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്നത് ബിലാൽ എന്ന ശ്രീകുമാറാണ്. ചാരമോട് സ്വദേശിയായ ഇയാൾ ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ പെരുമ്പാവൂർ സ്വദേശി സിന്ധുവിനെ പരിചയപ്പെടുന്നത്. ഗ്ലാമർ ലോകത്തെ താൽപര്യങ്ങൾ മുതലെടുത്ത് പെൺകുട്ടികളെ എത്തിച്ചാൽ വലിയ പണം സമ്പാദിക്കാമെന്ന് മനസ്സിലാക്കി ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ കച്ചവടം പച്ചപിടിച്ചതോടെ ബിലാൽ ദുബായിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി പൂർണ്ണ സമയവും ഈ റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായി മാറി. മാവേലിക്കരയിൽ നിന്നാണ് ഇപ്പോൾ ബിലാലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. യുവതികളെ വിദേശത്തേക്ക് കടത്തുന്നതിനായി ഇവർ കണ്ടെത്തിയ വഴി വളരെ കൗതുകവും ഒപ്പം ഭയപ്പെടുത്തുന്നതുമാണ്. സിന്ധുവിന്റെ മകളുടെ പേരിൽ കൊച്ചിയിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇവർ രജിസ്റ്റർ ചെയ്തിരുന്നു. പുറമെ വളരെ നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യക്കടത്തിന് മറയാകാൻ വേണ്ടി മാത്രം കടലാസിലുണ്ടാക്കിയ ഒരു വ്യാജ കമ്പനിയായിരുന്നു ഇത്. ഈ കമ്പനിയുടെ പേരിൽ പെൺകുട്ടികൾക്ക് സന്ദർശക വിസയും വിമാന ടിക്കറ്റും ഒരുക്കി നൽകുന്നത് സിന്ധു ആയിരുന്നു. കൊച്ചിയിലെ മരടിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു സിന്ധു ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ഇവരുടെ കെണിയിൽ വീഴുന്ന പെൺകുട്ടികൾ ദുബായിൽ എത്തുന്നതോടെ കഥ പൂർണ്ണമായും മാറുകയാണ്. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ വലിയ ആഡംബര സൗകര്യങ്ങൾ നൽകി പെൺകുട്ടികളുടെ വിശ്വാസം പിടിച്ചുപറ്റും. അതിനുശേഷം ഇവരുടെ ഫോണുകളും പാസ്പോർട്ടുകളും പ്രതികൾ ബലമായി പിടിച്ചെടുക്കുകയാണ് പതിവ്. തുടർന്ന് ജ്യൂസിലോ എനർജി ഡ്രിങ്കുകളിലോ മാരകമായ ലഹരിമരുന്ന് കലർത്തി പെൺകുട്ടികൾക്ക് നൽകും. അബോധാവസ്ഥയിലാവുന്ന യുവതികളെ ഹോട്ടൽ മുറികളിലും ഫ്ളാറ്റുകളിലും പൂട്ടിയിട്ട് ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു ഇവരുടെ രീതി. ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് നിരന്തരമായി ലഹരിമരുന്ന് കുത്തിവെച്ച് അവരെ പൂർണ്ണമായും തങ്ങൾക്ക് അടിമകളാക്കി മാറ്റാനും ഈ സംഘം മടിച്ചില്ല. ഈ ക്രൂരതകൾ അവിടെയും അവസാനിച്ചില്ല. അബോധാവസ്ഥയിലുള്ള പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുകളിൽ പകർത്തി അത് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർക്കും അടുത്ത ബന്ധുക്കൾക്കും അയച്ചുകൊടുത്ത് അവരെയും മാനസികമായി തകർത്തുക എന്നതായിരുന്നു സിന്ധുവിന്റെയും ബിലാലിന്റെയും പ്രധാന ആയുധം. നാണക്കേട് ഭയന്ന പെൺകുട്ടികൾ ഒരിക്കലും പോലീസിനെ സമീപിക്കില്ലെന്ന ഉറപ്പാണ് ഇവരിത് ചെയ്തത്. വാട്സപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഒരു ഡീലിന് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പ്രതികൾ ഈടാക്കുകയും ചെയ്തിരുന്നു. ഈ തുക പ്രതികൾക്കിടയിൽ കൃത്യമായി വീതം വെച്ചെടുക്കുകയായിരുന്നു രീതി. ഈ സംഘത്തിൽ സിന്ധുവിനെയും ബിലാലിനെയും കൂടാതെ അലീന അബ്രാഹാം, മഞ്ജിമ എന്നിവരും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇവർ ഇരകളായ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് കൊച്ചിയിലെ വലിയ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസിൽ പരാതിപ്പെട്ടാൽ ജീവനോടെ വെക്കില്ലെന്നുമായിരുന്നു ഇവരുടെ ഭീഷണി. കേസിൽ സിന്ധുവും അലീനയും മഞ്ജിമയും അറസ്റ്റിലായതോടെ കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ നേതാവ് ഔറംഗസീബിന്റെ അക്കൗണ്ടിലേക്ക് സിന്ധു വലിയ തുകകൾ കൈമാറിയതിന്റെ ബാങ്ക് രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഒളിവിൽ പോയ പ്രതികളെ സഹായിച്ചതിലും ഈ ഗുണ്ടായിസ ഘട്ടങ്ങൾ പങ്കുണ്ടെന്നാണ് സൂചന. പോലീസിനെ കൂടുതൽ കുഴയ്ക്കുന്നത് സിന്ധുവിന്റെ ചില വെളിപ്പെടുത്തലുകളാണ്. കഴിഞ്ഞ 14 വർഷമായി താൻ ദുബായിൽ വലിയ ഇവന്റ് മാനേജ്മെന്റ് ഷോകൾ നടത്താറുണ്ടെന്നും ഇതിൽ കേരളത്തിലെ പ്രമുഖ സിനിമ, സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്നുമാണ് സിന്ധു മൊഴി നൽകിയിരിക്കുന്നത്. വർഷത്തിൽ 3 തവണ വരെ സംഘടിപ്പിക്കാവുന്ന ഇത്തരം ആഡംബര ഷോകളുടെ മറവിലാണോ ഈ പെൺകുട്ടികളെ കടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോകളിൽ പങ്കെടുത്ത പ്രമുഖ താരങ്ങളുടെ മൊഴിയെടുക്കാനും കൊച്ചി സിറ്റി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ സിന്ധു മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് പരാതിക്കാരിയും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണെന്നും സാമ്പത്തിക തർക്കമാണ് ഈ കേസിന് പിന്നിലെന്നുമാണ്. ഈ നടക്കുന്ന അന്താരാഷ്ട്ര പെൺവാണിഭ ശൃംഖലയിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ 2 യുവതികളുടെ ധീരമായ പരാതിയിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വിദേശത്തുള്ള മറ്റ് 2 പ്രതികൾക്കായി പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭയം കാരണം പുറത്തു പറയാൻ മടിക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളും വീട്ടമ്മമാരും ഇനിയും ഈ റാക്കറ്റിന്റെ ഇരകളായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പരാതിക്കാർ നൽകുന്ന സൂചന. കേവലം 2 സ്ത്രീകളിലോ ബിലാലിലോ ഒതുങ്ങുന്നതല്ല ഈ മാഫിയ എന്ന് പോലീസിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ വിദേശത്ത് ചതിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും അവരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും
അന്വേഷിക്കുമെന്നും പോലീസ് ഉറപ്പു നൽകിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ സിന്ധുവിനെയും ബിലാലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ സിനിമാ മേഖലയിലും ഗുണ്ടാലോകത്തെയും കൂടുതൽ വലിയ സ്രാവുകൾ വലയിലാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.